50-ൽ പരം തെരുവു നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നു എന്ന ആരോപണം. എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ. ഈ കാണുന്ന വ്യക്തിയാണ് ഒരു 9 പട്ടികൾ ചേർന്നിട്ട് എൻ്റെ മകൻ അപ്പുറത്തെ കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയ മകനെ കടിച്ചു കീറാൻ പോയപ്പോൾ എൻ്റെ മകനെ രക്ഷപ്പെടുത്തിയ വ്യക്തി അദ്ദേഹം. ആ അനുഭവം അദ്ദേഹം പറയും. ഈ പട്ടിയെല്ലാം രാത്രി അതിൽ കയറി റോഡിലൊക്കെ നിരന്ന് കിടക്കുക. നമ്മൾ വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മളെ പുറന്ന് ഓടിച്ചിട്ട് കടിക്കും. ഒരു ദിവസം ഞാൻ മറിഞ്ഞു വീണു. ഇവിടെ രാത്രി 2 മണിക്കാണ് വന്നത്. കച്ചവടം കഴിഞ്ഞ് വന്നത്. നീ ഉത്സവ കച്ചവടം. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ 16-ാം വാർഡിലെ യുവാവിനെതിരെയാണ് നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസിനെ സമീപിച്ചത്. 50-ലധികം തെരുവു നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നതും ഈ നായ്ക്കളുടെ അക്രമങ്ങൾ കാരണം കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പരാതിയിൽ പറയുന്നു. നിരവധി തവണ തെരുവു നായ്ക്കളുടെ അക്രമത്തിന് ഇരയായിട്ടുണ്ട് നാട്ടുകാർ. എപ്പോഴും പട്ടികൾ കിടപ്പുണ്ട്. ഈ വളവൊക്കെ തിരിയുമ്പോൾ അവിടെ പട്ടിയുണ്ട്. അവിടെ ആ ബൈക്കിരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും പട്ടി കിടപ്പുണ്ടായിരിക്കും. ഞങ്ങൾ പെട്ടെന്ന് രാവിലെ സുബഹിക്കായിരിക്കും ഇവിടുന്ന് പോകുന്നത്. രാവിലെ 5 മണി ഒക്കെ ആകുമ്പോൾ പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഇവിടെയൊക്കെ പട്ടി കിടപ്പാണ്. ഇരുട്ടാണ്, ഞങ്ങൾ കാണത്തില്ല. ഇപ്പം പേടിച്ച് ഞങ്ങൾ വടിയും കൊണ്ടൊക്കെയാണ് പോകുന്നത്. വടി, കല്ല് അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടാണ് പോകുന്നത്. വന്യമൃഗ സംരക്ഷണം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ വന്യമൃഗ സംരക്ഷണമാണോ? ഈ പട്ടിയെല്ലാം രാത്രി അതിൽ കയറി റോഡിലൊക്കെ നിരന്ന് കിടക്കുക. നമ്മൾ വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മളെ പുറന്ന് ഓടിച്ചിട്ട് കടിക്കും. ഒരു ദിവസം ഞാൻ മറിഞ്ഞു വീണു. ഇവിടെ രാത്രി 2 മണിക്കാണ് വന്നത്. കച്ചവടം കഴിഞ്ഞ് വന്നത്. നീ ഉത്സവ കച്ചവടം അമ്പലങ്ങളിലെ കച്ചവടം കഴിഞ്ഞ് വാരാത്തിക്കൊക്കെ ഞാൻ വരുന്നത്. ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല. ഒറ്റയ്ക്കില്ല, പേടിച്ചാ വരുന്നത്. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു കുട്ടികൾ അവരുടേതാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. വലിയവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ കൊച്ചു കുട്ടികളെന്ന് പറയുമ്പം അവർ രാവിലെ മദ്രസകളിൽ പോകുന്ന കുട്ടികളുണ്ട്, അതുപോലെ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡേഞ്ചറാണ്. കാര്യം എപ്പോഴും മാതാപിതാക്കൾക്ക് ഇവിടെ കൊണ്ടുവന്ന് വിടാൻ പറ്റിയെന്ന് വരുന്നില്ല. അവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാകും. കാര്യം ഒരു വീട്ടിൽ 4-5 കുട്ടികളുള്ള വീടുകളാണ്. അവർക്ക് മറ്റുള്ള കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുമ്പം ഈ കൊച്ചു കുട്ടികളെ റോഡിൽ കൊണ്ടുവിട്ടിട്ട് പോലും അവർക്ക് ഉറപ്പില്ല. അതുപോലെ രാവിലെ തന്നെ നിരവധി നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം, ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇതുവഴി യാത്ര പോകുന്നവരാണ്. അവർക്കൊക്കെ ആശങ്കയാണ്. നമുക്കിപ്പോൾ അവർ വളർത്തുന്നതിന് എതിരൊന്നുമല്ല. അവർ അതിൻ്റേതായ സുരക്ഷിതത്വത്തിൽ വളർത്തിക്കോട്ടെ, അത് നമ്മളെതിരല്ല. പക്ഷേ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അവരുടെ ഒരു കടമയില്ലേ. ഇതിപ്പോൾ തുറസായ സ്ഥലം, നമ്മൾ ആർക്കും നിങ്ങൾക്ക് കാണാം, ലൈവായിട്ട് കാണാൻ പറ്റുന്ന സംഭവമാണ്. ഒരു മൂടിക്കെട്ടലോ ഒരു മറയോ ഒന്നുമില്ല. ഒരു വേലി കെട്ടി, വേലിക്കുള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ മതിൽക്കെട്ടിലുള്ളിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അത്രയും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയാം. ഇത് യാതൊന്നും ഇല്ലാതെ ഇങ്ങനെ തുറസായ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പം നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പം ഇയാളെ എന്നെ ഇട്ട് ഓടിച്ച് ഓരോന്നത്. ഇപ്പം അവർ സംരക്ഷിക്കുകയാണെങ്കിൽ അവരായാലും ഇത് കൂട് കെട്ടിയിട്ടേ സംരക്ഷിക്കണോ അതിൻ്റെ നിയമ വ്യവസ്ഥ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്തപ്പെട്ടിരുന്നവരോ ജനപ്രതിനിധികളോ പഞ്ചായത്ത് ശാസ്താംകോട്ട പഞ്ചായത്തിൽ അതിന് ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ 40 സെൻറ്റ് വസ്തു അപ്പുറത്ത് വാങ്ങിച്ചിട്ടേക്കുന്നു. അതിൻ്റെ ബൗണ്ടറി കെട്ടിയിട്ട് അതിന് വേണ്ടി ഒരു ഫണ്ട് വകയിരുത്തിയിട്ട് ഇതിനെ സംരക്ഷിക്കുക. ഇത് എവിടെങ്കിലുമൊക്കെ കിടക്കുന്നതിനെ കൂടെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടുക. ഇതിൻ്റെ അനുഭവസ്ഥരല്ലേ? ഇവിടെ നിങ്ങൾക്ക് റോഡിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? സുരക്ഷിതമല്ലാത്ത ഞങ്ങളുടെ നാടിന് സുരക്ഷിതത്വം കിട്ടണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടണം. ഞങ്ങളെ മാന്യമായ ആവശ്യങ്ങളാണ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിട്ട് ഇവിടെ വളരണം, അവർക്ക് സ്വസ്ഥത ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമേ പറയുന്നത്. ഞങ്ങളിവിടെ വീട് വെക്കുന്നതിന് മുമ്പേ ഉണ്ട് ഒരു 50 പട്ടികളൊന്നും അല്ല, 50 എണ്ണത്തെ അവർ ഓടിച്ച് കളയാൻ പറഞ്ഞാൽ ഓടിക്കുന്നതിന് അവർക്ക് കുറവാണ്. പിള്ളേരെല്ലാം ഇതിലെ ഓതാനും പഠിക്കാനും പോയാൽ പിന്നെ നിലവിളി കേട്ടോണ്ട് നമ്മൾ ഇറങ്ങിയ പിന്നെ സിറ്റൗട്ട് ഗ്രില്ലടിച്ചപ്പോൾ അതിനകത്തൂടെ കയറി വലയും കടിച്ച് പറിച്ച് എല്ലാം ഒരു തരത്തിലും ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യ പട്ടി ശല്യം. ഇതിപ്പോൾ ഇത്രയും പട്ടിയൊന്നും അല്ല, ഒരു 50 എണ്ണം കാണും ചിലപ്പോൾ. എല്ലാം കൂടെ കൊച്ചു പിള്ളേർക്ക് 50 മിക്കവാറും ഓടിച്ചു കളയാൻ പറഞ്ഞാൽ അവർ വന്ന് കയറുന്നതിനും ഓടിച്ചു കളയാൻ അധികം കിട്ടില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ വീട് വെച്ചപ്പോൾ 3-4 വർഷമായി വീട് വെക്കാൻ തുടങ്ങിയിട്ട്. ഈ 4 വർഷത്തിന് മുമ്പേ ഉണ്ട് ഇതെല്ലാം. പഞ്ചായത്ത് മെമ്പറിന് 1 മാസത്തിന് മുമ്പേ പറഞ്ഞതാ, 1 മാസം 2 മാസത്തിന് മുമ്പേ പറഞ്ഞതാ. മെമ്പർ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം പറഞ്ഞതൊക്കെ പോലും ശ്രദ്ധിക്കുന്നില്ല. അന്നേരം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞുങ്ങൾ പേടിച്ച് ഇതുവഴി നടക്കുന്ന, പിന്നെ മുതിർന്നവരും അതിനെക്കാട്ടും ഉപരി ചാടിയും കയറും. പിന്നെ അതുപോലെ ചെരുപ്പ് നിത്യേന പോയിക്കൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന്. കോഴി, താറാവ് അതുപോലുള്ള എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക.